ഭൂലോക വൈകുണ്ഠായിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ തിരുനടയിലെ കാറ്റിന് വരെ എന്തൊരു സുഗന്ധ. തുളസിമാലയുടെയും അപ്പത്തിൻ്റെയും കളഭത്തിൻ്റെയും താമരമുട്ടിൻ്റെ ഒക്കെ. ചിലപ്പോൾ കിഴക്കേ നടക്കുന്നൊരു കാറ്റ് വീശണ കണ്ടാൽ എനിക്ക് ക്യൂ നിൽക്കാനൊന്നും സമയമില്ല, ഞാൻ ആ സുന്ദരക്കുട്ടനെ ഒന്ന് തൊഴുതു വന്നോട്ടെ എന്ന് പറഞ്ഞ് ശ്രീലകത്തേക്ക് ഒരു ഓട്ടാണ്. അവിടെ ചെന്ന് ഭംഗിയായിട്ട് നമസ്കരിക്കണ്ടോ. ഗുരുവായൂരിങ്ങനെ നടന്നാൽ മതി. കൃഷ്ണ ഗുരുവായൂരപ്പ, മാധവ, ഗോവിന്ദ ഗോവിന്ദ എന്നൊക്കെ ഇങ്ങനെ കേൾക്കാം. അവിടെ വാക്കുകൾ പോലും മന്ത്രമധുരാണ്, കർണപീയൂഷാണ്. വാകച്ചാർത്താണോ, ദീപാരാധനയാണോ, ശിവേലിയാണോ ഏറ്റവും മധുരം ചോദിച്ചാൽ അതിപ്പോൾ ഗുരുവായൂരപ്പന് തന്നെ പറയാൻ പറ്റുള്ളൂ. അവിടെ സകലവും മധുരാണ്. മധുരാധിപതേ അഖിലം മധുരം. ഒന്ന് പറയാം, ഗുരുവായൂരെത്താൻ കഴിഞ്ഞാൽ അതെന്നെ ഭാഗ്യം. ഹന്ത ഭാഗ്യം ജനാനാം. കൃഷ്ണ ഗുരുവായൂരപ്പ.